ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മുട്ടയും അതുപോലെ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബട്ടർ സ്കോച്ച് കേക്ക് തയ്യാറാക്കി എടുക്കാം. ആദ്യത്തെ ക്യാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കുക, ആ ഒരു ജോലിയേ ഉള്ളൂ. ബാക്കി എല്ലാം സിമ്പിളാണ്. ആദ്യം തന്നെ നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്യാരമൽ. അതുകൊണ്ട് ഞാനിതിൽ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ദേ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു. നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്യാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഇത് നടുക്ക് കണ്ടോ ഒരു കളർ ചേഞ്ച് വന്നു, കുറച്ചൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിൽ നിന്നുള്ള പഞ്ചസാരയൊക്കെ ദേ ഇതുപോലൊന്ന് നടുക്കോട്ടാക്കി കൊടുക്കുക. കൂടുതൽ നേരെ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒരുപാട് പേര് ചെയ്യുന്നൊരു അബദ്ധമാണ്. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഇത് കയറി കട്ടിയായി അങ്ങ് പോവും, ക്യാരമൽ റെഡി ആയിട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ ദേ വീണ്ടും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി. അതായത് തീ വളരെ കുറച്ചിട്ടിട്ട് ബാക്കി പഞ്ചസാര കൂടി ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുക. എന്നാലും ഇതിനുള്ളിൽ പഞ്ചസാര ഇനിയും മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലോട്ട് വീണ്ടും മാറ്റുക. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ കംപ്ലീറ്റ് പഞ്ചസാരയും മെൽറ്റായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങ് കറുപ്പിക്കരുത്, കാരണം പഞ്ചസാര കൂടുതൽ അങ്ങ് ബ്രൗൺ നിറമായി പോയാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഓവറായിട്ട് ഇത് ബ്രൗൺ നിറം ആവാൻ പാടില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം അത്രേ ആവാൻ പാടുള്ളൂ. ഇതിപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി ഈസി ആയിട്ട് നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം ക്യാരമൽ റെഡിയാക്കി എടുക്കുക. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഇതിൽ പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടും ക്യാരമൽ റെഡിയാക്കി എടുക്കാറുണ്ട്. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതാണ് ഇപ്പോൾ ഈ ഒരു ക്യാരമൽ നിങ്ങളെ കാണിച്ചു തന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ്, ഞാൻ കുറച്ച് എന്താ പറയുക, അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം പരിപ്പും പിന്നെ കുറച്ച് കപ്പലണ്ടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാടൊന്നും വേണമെന്നില്ല, അല്പം മതി, കുറച്ച് ആവശ്യത്തിന് മാത്രം എടുക്കുക. ഓവറായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നേരെ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഒഴിക്കണം. ഇത് കംപ്ലീറ്റ് ചൂടാറുമ്പോൾ ഇത് നല്ല കട്ടിയാവും കയറി, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനൊരു ബട്ടർ പേപ്പറിലോട്ടാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഏതെങ്കിലും അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിലിലോട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റിൽ, സ്റ്റീൽ പ്ലേറ്റില്ലേ, അതിലേക്ക് ഒഴിച്ചാലും മതി. എന്നിട്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാം. സ്റ്റീൽ പ്ലേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറണം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ബട്ടർ പേപ്പർ മെല്ലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കിയെടുക്കാം. അലൂമിനിയം ഫോയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അലൂമിനിയം ഫോയിൽ ഞാനിത് കംപ്ലീറ്റ് എന്തായാലും ഇളക്കി കളഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും ബട്ടർ പേപ്പർ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒടിച്ചെടുക്കണം. ഒടിച്ചെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇടയ്ക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് നീക്കം ചെയ്ത് കളയുക. എന്നതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ടാണെങ്കിൽ പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് നല്ല ഫൈൻ പൗഡറായി പോവും. അങ്ങനെ വരാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇത് നമുക്കിനി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. തണുത്ത പാലെടുക്കരുത്. തണുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ച് തണുപ്പ് മാറ്റിയിട്ട് എടുക്കുക, ചൂടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു സൈഡിലോട്ട് വെച്ചാൽ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി. പിന്നെ വിനാഗിരിക്ക് പകരം നമുക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം. തൈരാണെങ്കിൽ ഇതേ 1 സ്പൂൺ ചേർക്കുക. നാരങ്ങാ നീരാണെങ്കിലും 1 സ്പൂൺ ചേർക്കുക. തൈര് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആട്ടോ. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ടേബിൾ സ്പൂണാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇത്രയും
എടുത്തില്ലല്ലോ എന്ന്. ഞാൻ ടീസ്പൂൺ കണക്കാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ മാത്രം ചേർക്കുക. ഓവറായിട്ട് ചേർത്താൽ കേക്ക് കയ്പ്പ് രസം വരും, അതുപോലെ ഡ്രൈ ആയി പോവുകയും ചെയ്യും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ ചില ഭാഗമൊക്കെ കേക്ക് പൊങ്ങി വരും, ചിലയിടത്ത് പൊങ്ങി വരില്ല, അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കൊക്കെ വരും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അരിച്ച് ഈ ബൗളിലേക്ക് ഇട്ട ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ എല്ലാ ഭാഗത്തും ഒരേ വിധത്തിലെത്തണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ ആണെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബട്ടർ മിൽക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല കേർഡിലായിട്ട് കണ്ടോ, നിങ്ങൾക്ക് ഒഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും. എന്നിട്ട് മെല്ലെ മിക്സ് ചെയ്യുക. ഓവർ മിക്സിങ് പാടില്ല. കേക്ക് എന്താ പറയുക, ബേക്കായി വരുന്ന സമയത്ത് രണ്ടായിട്ട് പിളർന്നൊക്കെ ഇരിക്കില്ല, അതുപോലൊക്കെ ഇരിക്കുക. അതുകൊണ്ട് ഓവർ മിക്സിങ് ചെയ്യാതെ മെല്ലെ മെല്ലെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കുകയും വേണം, എന്നാൽ ഓവറായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മിക്സ് ചെയ്യുന്നതിനെയാണ് ഓവർ മിക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓവർ മിക്സിങ് ചെയ്താൽ കേക്ക് റെഡിയാവില്ല. ചിലപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും, ചിലപ്പോൾ കേക്ക് വിണ്ടൊക്കെ ഇരിക്കും, ഇങ്ങനെ പിളർന്നിരിക്കും. ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതേ ഞാൻ എല്ലാം കൂടെ മിക്സാക്കി. ഇനിയും മിക്സ് ചെയ്താൽ നമുക്ക് പണി കിട്ടും. ശരിക്കും വളരെ സിമ്പിളല്ലേ. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും എടുക്കുക, ബട്ടർ മിൽക്ക് ഒഴിക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. കേക്ക് ബാറ്റർ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എസൻസ് ഒഴിക്കാം. ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഇല്ലെങ്കിലും ഈ കേക്ക് റെഡിയാക്കാം കേട്ടോ. ബട്ടർ സ്കോച്ച് എസൻസ് ഇല്ലെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരൽപ്പം യെല്ലോ കളർ ചേർത്തോളൂ. ആ ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ചേർക്കുന്നത്. ഇനി ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു മുട്ടയില്ലാത്ത കേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ബാറ്ററിന് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ മതിയാവും. ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഒരു ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ സൈഡെല്ലാം ഡ്രൈ ആയി നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അടിയിൽ മാത്രം ജസ്റ്റ് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒരല്പം മൈദ ഇതിലേക്ക് ഇട്ടിട്ട് ഈ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടും. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഏറ്റവും കൂടുതൽ ബെറ്റർ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു കേക്ക് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ OTG ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഈ ടിന്ന് അതിലേക്ക് വെച്ചിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതുപോലെ കൺവെക്ഷൻ ആണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 തൊട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓവൻ ഇല്ലാതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇഡ്ഡലി സ്റ്റീമറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മെല്ലെ ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് മുതൽ ഒരു 45 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അത് എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. നമ്മൾ എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ തന്നെ മതിയായത്. പിന്നെ വെയിറ്റിലും കുറച്ച് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ.
അടുത്തതായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിവോ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിവോയുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം എപ്പോഴും എടുക്കുമ്പം കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് അല്ലാത്ത ക്രീമൊക്കെ മേടിച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്രീമുണ്ട്, ഡബിൾ ക്രീം, അതുപോലെ ഹെവി ക്രീം, ഒരുപാട് ക്രീമുണ്ട്. അപ്പോൾ നിങ്ങൾ കേക്കിനുള്ള ക്രീം തന്നെ ചൂസ് ചെയ്യുക. വിവോ വിപ്പിംഗ് ക്രീം, പിന്നെ റിച്ച് ഗോൾഡ് വിപ്പിംഗ് ക്രീം, പിന്നെ ഫിയോന വിപ്പിംഗ് ക്രീം, ഇതാണ് കേക്കിനുള്ള വിപ്പിംഗ് ക്രീം. പിന്നെ ട്രോപ്പോലൈറ്റ് അങ്ങനെയൊക്കെ വിപ്പിംഗ് ക്രീം കിട്ടുന്നുണ്ട്. അതൊക്കെ കേക്കിനുള്ള വിപ്പിംഗ് ക്രീമാണ്. അത് നിങ്ങൾ ചോദിച്ച് തന്നെ മേടിക്കുക. അപ്പോൾ ക്രീം എപ്പോഴും നിങ്ങൾ നല്ല തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോൾ അത് ഇതുപോലെ ആയി കിട്ടും. കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും. ഈ ഒരു പരുവം വരെ നിങ്ങൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ ഉടനെ തന്നെ യൂസ് ചെയ്യരുത്. ഒരു 15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രം നിങ്ങൾ കേക്ക് ഐസിങ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയി പോവത്തില്ല. നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ചൂടാറി. ഇനി കേക്കിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിട്ടെടുത്തിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇത് ഞാൻ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്, ഈ ഒരു നൂല് വെച്ചിട്ടുള്ള കട്ടിങ്. അപ്പോൾ അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ. കണ്ടോ, നൂല് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനേക്കായി നന്നായിട്ട് കിട്ടും നമ്മൾ ഇതുപോലെ നൂല് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതേ കേക്കും ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ഷുഗർ സിറപ്പാണിത്. ഇതുകൂടി നമുക്ക് ഈ കേക്കിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനൊരു ഐസിങ് ബാഗിലോട്ട് വിപ്പിംഗ് ക്രീം മാറ്റിയിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. നമുക്കൊരു സെക്കൻഡ് ചാനൽ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു കുക്കിംഗ് ഈ ഒരു ചാനലിൽ തന്നെ ആക്കുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഐഡിയയിൽ ഇരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സെക്കൻഡ് ചാനൽ ഞാൻ കരുതി കിഡ്സിൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു ചാനലാക്കി മാറ്റിയാലോ എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനത് നിങ്ങളുടെ ചോദിച്ചപ്പോഴും ഒരുപാട് പേർക്ക് അതിന് നല്ല താല്പര്യവും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, എന്ത് തരം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എന്നോട് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ എഴുതിയിരിക്കാം, സെക്കൻഡ് ചാനലിൽ നിന്ന് എഴുതിയിരിക്കാം. അവിടെ തന്നെ ഞാൻ ലിങ്ക് കൂടി കൊടുത്തിരിക്കാം. അപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കുക്കിംഗ് വീഡിയോസ് കുറേ കിടപ്പുണ്ട്. അപ്പോൾ പേരൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കൂടി ഒരു ഒപ്പീനിയൻ അറിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പം ഉടനെ തന്നെ ഒരാഴ്ചക്കകം ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ കിഡ്സിൻ്റെ ചാനൽ അല്ലേ, അത് നമുക്ക് ഒരു വെറൈറ്റി അല്ലേ, ഇതുവരെയും നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ കിഡ്സിൻ്റെ ചാനൽ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റിവ്യൂ പ്രോഡക്റ്റ്സ് ഒക്കെ കാണിക്കാമെന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പം മറ്റൊന്നുമല്ല, ഞാൻ ഈ ഇടയ്ക്ക് ഒരു കുക്കറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേർക്ക് അതിനോട് നല്ല താല്പര്യമായിട്ട് തോന്നി. അപ്പോൾ വളരെ ചുരുക്കം പേർക്ക്, എല്ലാവർക്കും അല്ല, 2-3 പേർക്ക് അതിഷ്ടമല്ലായിരുന്നു. അപ്പം ഈ ഒരുപാട് പേര് അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ കരുതി കിഡ്സിൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ കാണിക്കാം. അതുപോലെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും പറയാം എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പറഞ്ഞു നമ്മൾ ഇത് പറയാൻ വിട്ടുപോയി. ഞാനിപ്പം ഇതിലേക്ക് ഒരു യെല്ലോ ഫുഡ് കളർ 1 ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്തത്, എന്നിട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത കേട്ടോ. ഇനി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച് നമ്മുടെ ക്യാരമലിൻ്റെ ആ ഒരു കൂട്ട് ഇതുപോലെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക, അത് കാണുക കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം, കാണുക. അപ്പം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ച ആ ഒരു പ്രളയനാണിത്. അതുകൂടി നമുക്ക് ഈ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കുക. പിന്നെ ചിലവർക്ക് മുട്ട ഉപയോഗിച്ചുള്ള കേക്കായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിച്ച് തന്നെ ഈ കേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് പകരം ബട്ടർ മിൽക്ക് കുറച്ച് ചേർക്കുക. എന്നിട്ട് ഒരു 2 മുട്ട ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഒരുപാട് പേര് ഒരുപാട് റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.